നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയ വിമത വിഭാഗം പിടിച്ചെടുത്തതിനു പിന്നാലെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ പ്രദേശത്ത് നടത്തുന്നത്. സൈനിക താവളങ്ങൾ തകർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. സിറിയയിലും ഇസ്രായേൽ വ്യോമാക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതേസമയം സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിന് നേർക്ക് വീണ്ടും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയെന്ന വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. സിറിയയുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുക ഇതായിരുന്നു ലക്ഷ്യം. ഈ ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ 500-ലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ അവിടെ നടത്തിയത്. മാത്രമല്ല, മറ്റൊരു നിർണായകമായ കാര്യം, ഈ സിറിയയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി തുർക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രകോപന നടപടികൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് തുർക്കി ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. സിറിയയുടെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ഇത്തരം കടന്നാക്രമണങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നും തുർക്കി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. സിറിയയ്ക്ക് നേരെയുള്ള അധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനെ അറിയിച്ചതായും തുർക്കി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മേഖലയിൽ സന്ദർശനം നടത്തുകയാണ്. സിറിയയിൽ സമാധാനപരമായ അധികാര കൈമാറ്റം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. അതിനിടെയാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നതെന്നതും ശ്രദ്ധേയം. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനുമായും അദ്ദേഹം ആന്റണി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി. മാത്രമല്ല, ആന്റണി ബ്ലിങ്കൻ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ സുഡാനിയുമായും കൂടിക്കാഴ്ച നടത്തി. മുൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ പതനശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ചയായി ഇന്നലെ ദമാസ്കസിലെ ഉമയ്യദ് ചതുരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത വലിയ റാലിയും നടന്നു. അതേസമയം പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടതിനു പിന്നാലെ സിറിയയിൽ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരുന്നു. 480ഓളം ആക്രമണങ്ങളാണ് ഇതുവരെ ഇസ്രായേൽ സിറിയയിൽ നടത്തിയിരിക്കുന്നത്. വിമാനവേദ ആയുധങ്ങൾ, മിസൈൽ ഡിപ്പോകൾ, വ്യോമത്താവളങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇവിടെ ആക്രമണം നടത്തുന്നത്. സിറിയയിലെ ദമാസ്കസ്, ഹോംസ്, ലദാക്കിയ തുടങ്ങിയ നഗരങ്ങളിലും കടുത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. സുരക്ഷയ്ക്കായാണ് സിറിയയുടെ ആയുധശേഖരവും കപ്പലുകളും തകർത്തത് എന്ന അവകാശവാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. നാവികസേന നടത്തിയ ആക്രമണത്തിൽ സിറിയൻ നാവികസേനയുടെ 15 കപ്പലുകൾ തകർന്നു. അതേസമയം സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലേക്ക് നീങ്ങുകയാണെന്ന വാർത്ത ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു. സിറിയയിൽ നടത്തിയ ആക്രമണങ്ങളുടെ വീഡിയോകൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ആയുധ കേന്ദ്രങ്ങളും കപ്പലുകളും ഉൾപ്പെടെ ബോംബിട്ട് തകർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭീകരവാദത്തെ തടയുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇസ്രായേൽ അവകാശവാദം. അതേസമയം വിമത വിഭാഗം സിറിയ പിടിച്ചെടുത്തതോടെ ഹമാസ് നിർണായകമായ പ്രതികരണം നടത്തിയിരുന്നു. സിറിയൻ ജനതയുടെ അഭിലാഷങ്ങൾ നേടിയെടുത്തവർക്ക് അഭിവാദ്യങ്ങൾ എന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം. ബാഷർ അൽ അസദ് ഭരണം വീണ ശേഷമുള്ള ഹമാസിന്റെ ആദ്യ പ്രതികരണമായിരുന്നു ഇത്. ഞങ്ങൾ സിറിയയിലെ മഹത്തായ ജനങ്ങൾക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്നും സിറിയയിലെ ജനങ്ങളുടെ ഇഷ്ടം, സ്വാതന്ത്ര്യം, രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകൾ എന്നിവയെ മാനിക്കുന്നുവെന്നും പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിൽ അസദിനു ശേഷമുള്ള സിറിയ ചരിത്രപരവും നിർണായകമായ പങ്ക് തുടരുമെന്നും ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. അതേസമയം അട്ടിമറിക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് മോസ്കോയിലേക്ക് പലായനം ചെയ്തെന്ന വാർത്തകളിൽ പ്രതികരിക്കാൻ ക്രെംലിനിൽ വിസമ്മതിക്കുന്ന കാഴ്ചയും ലോകം കണ്ടു. പ്രസിഡന്റ് അസദ് എവിടെയാണ് എന്നതിനെ കുറിച്ച് തനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.